ലോകമെന്ന് ഒരു പറഞ്ഞ കല നിറഞ്ഞ അറിവിനെ നീ അറിയുക, പറയുക, പോരാടുക, ചിന്ത ചീന്തി മൂർച്ചയേക്ക് തിന്മയെ തകർക്കുക നീ. ലോകമേ നിങ്ങളൊന്നിങ്ങ് ശ്രദ്ധിക്ക്, നിങ്ങ നമ്മ എല്ലാരും ഒന്നിക്ക്. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി വേണം, ജോലി വേണം. ബീഡിയല്ല പ്രശ്നം, ഇവിടെ നീതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നല്ല കോമഡിയാണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റി അറൗണ്ട് 1000 പോയിൻ്റ് ഗ്യാപ് ഡൗണും നിഫ്റ്റി ഒരു 200 സംതിങ് പോയിൻ്റ് ഗ്യാപ് ഡൗണാണ് ഓപ്പൺ ആയത്. ഇവിടെയാണ് ഓപ്പൺ ആയത്. പിന്നെ കുറച്ച് മുകളിലേക്ക് ഇപ്പോൾ പോയതാണ്. അപ്പോൾ ബാങ്കിങ്ങിൽ കുറച്ച് കൂടുതലായിട്ട് അത് HDFC ബാങ്കും HDFC ഉള്ള സ്റ്റോക്കും എന്തോ ഒരു ഡീമർജർ സംഭവം എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ ന്യൂസ് പുറത്ത് വന്നുകൊണ്ടാണ് ഇത്ര വലിയ ഇതെന്നാണ് പറയുന്നത്. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളക്കുള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഗ്യാപ്പാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം. ഇവിടെയൊക്കെ നല്ല ഇവിടുന്ന് BTST ഒക്കെ എടുത്ത ആൾക്കാർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഒന്ന് ഇവിടുന്നൊക്കെ സെല് ചെയ്ത ആൾക്കാർ, പുട്ട് ബൈ ചെയ്ത ആൾക്കാരൊക്കെ അത് കവർ ചെയ്ത് അവരെ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് ഒന്ന് സെറ്റിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ നിഫ്റ്റിയിൽ വിവാപ്പിലൊരു സപ്പോർട്ട് അടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവിടെ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഒരു മോളക്കുള്ളൊരു ബ്രേക്ക് ഔട്ട് പോലെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്തു, പുട്ട് ബൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയിലൊരു 50 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയിലൊരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒരു ചെറിയ പ്രോഫിറ്റ് ചെറിയ ലോസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ എന്താവും നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റർ ചെയ്ത് അടുത്ത 2 ക്യാൻഡിൽ തന്നെ എൻ്റെ ടാർഗറ്റ് ഒരു 100 പോയിൻ്റ് ഒക്കെ കിട്ടി കേട്ടോ. പക്ഷെ ഞാൻ ആ ടൈമിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇത് പെട്ടെന്ന് പോയി അപ്പം തന്നെ തിരിച്ചു. ഞാൻ ഈ ടൂളൊക്കെ വെക്കുമ്പോഴത്തേനേ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഈ ടൂൾ വെക്കുമ്പോഴത്തേനും ഇത് മുകളിൽ പോയി തിരിച്ചു വന്നിരുന്നു. ഈ ഒരു ഹൈ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 112 പോയിൻ്റായി. അത്ര മതിയായിരുന്നു ശരിക്കും ടാർഗറ്റ് ആവാൻ. അപ്പോൾ ഒന്നും കൂടി ഈ ഒരു ലെവലൊക്കെ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവാം. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ അത്രക്കൊരു മൊമെൻറ്റം വന്നിട്ടില്ല. നിഫ്റ്റിയിൽ ഇപ്പോഴും ഈ ഹൈ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അറിയില്ല, എന്തായാലും ചെറിയ SL ആണ്. നിഫ്റ്റിയിൽ ഞാനിന്ന് ആകെ ഒറ്റ ലോട്ടേ എടുത്തിട്ടുള്ളൂ. നിഫ്റ്റി അല്ല ഇന്ന് കുറച്ച് ബെയറിഷ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ച് ബെയറിഷ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ അഥവാ ലോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിഫ്റ്റിയിലത്തെ ഈ ഒരു പൊസിഷൻ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു 2200 സംതിങ് ഒക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നോക്കാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റർ ആയതിൻ്റെ ശേഷം ഈ ഒരു ലോ ഒന്നും പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് തിരിച്ചു പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ച് ആൾക്കാരെ കൊണ്ട് ബൈ ചെയ്യിപ്പിച്ച പോലെയായി. രണ്ടാമത് വന്നു, അപ്പോഴും ബൈ ചെയ്യിപ്പിച്ച പോലെ. മൂന്നാമത് ജസ്റ്റ് ഒന്ന് വന്നു ബൈ ചെയ്യിപ്പിക്കണ പോലെ എനിക്ക് തോന്നുന്നു. കറക്റ്റ് ഒരു ലെവലിൽ നിന്നല്ല സെല്ലിങ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി കോൾ പൊസിഷൻ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞങ്ങളിനി താഴത്തേക്ക് പോകണില്ല എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് പിന്നെയും കോൾ ബയേഴ്സിനെ അവിടെ ഇരുത്തിയിട്ട് എല്ലാവരും കൂടി SL ഒരുമിച്ച് ഒന്ന് അടിക്കാനുള്ള ഒരു പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം.
ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഫോള് വരുന്നുണ്ട്. ഈ ലോ ക്രോസ് ചെയ്ത് എങ്ങനെ മൂമെൻറ്റം വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് എക്സിറ്റ് ആവാം. ഇതിപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ വന്ന് ഇതിൻ്റെ താഴത്തേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ വരെ വന്നിട്ട് മുകളിലേക്ക് പോകുമ്പോൾ എന്താ വിചാരിക്കും ബയേഴ്സ്, ഇവിടെ ഒരു സപ്പോർട്ടാണ്, സപ്പോർട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് മുകളിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഈ സപ്പോർട്ടിനെ നോക്കി ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്യും. എന്നാൽ ബൈ ചെയ്തിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് അത് പോകണില്ല, ഇവിടെ കിടന്ന് കളിക്കുക. ഇത് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഈ ഹൈയിലൊക്കെ ഉള്ള ആൾക്കാരെ സ്റ്റോപ്പ് ലോസ് നിന്ന് അടിച്ചതിന് ശേഷം ഇത് താഴത്തേക്ക് തന്നെ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം താഴത്തേക്ക് പോകും. ആദ്യം താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും നല്ലൊരു നമ്മുടെ റിസർവ് അനുസരിച്ച് നല്ലൊരു പോയിന്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് എക്സിറ്റ് ആവും. കാരണം ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാർ എസ് എൽ അടിക്കാൻ വേണ്ടി ഇത് തിരിച്ച് മുകളിലേക്ക് പിന്നെയും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്തവരെ എസ് എൽ അടിച്ചു. പക്ഷേ ഈ ബ്രേക്ക് ഡൗൺ കാണുമ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, പുട്ട് ബൈ ചെയ്ത ആൾക്കാരെ, അവരൊന്ന് മൂഞ്ചിക്കാൻ വേണ്ടി തിരിച്ച് മുകളിലേക്ക് പോയിക്കുകയാണ്. ഇവിടുന്ന് എവിടെന്നെങ്കിലും അവരെ സ്റ്റോപ്പ് ലോസും കൂടി അടിച്ചതിന് ശേഷം താഴത്തേക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് ഓവറോൾ എന്താ പറയുക, കോൾ റേറ്റിംഗ് കൂടുതലാണ്, പുട്ട് കുറവാണ്, ട്രെൻഡ് ഓൾറെഡി ഡൗൺ സൈഡാണ് രണ്ടിലും. നിഫ്റ്റി ഒന്നും ഇതിൽ കയറിയിട്ടും കൂടി ഇല്ല, സീറോൻ്റെ മുകളിലേക്ക് കയറിയിട്ടും കൂടി ഇല്ല. ഭയങ്കര ഹെവി ഡിഫറൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രാപ്പ് എന്തായാലും ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരും. ഈ ഒരു ലോ എന്തായാലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ എന്തായാലും എക്സിറ്റ് ചെയ്യാം. ഇതെനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഒരു 5,900 കാണിച്ചിരുന്നു, 6K ഒക്കെ പ്രോഫിറ്റ് കാണിച്ചിരുന്നു ഇവിടെ എത്തിയപ്പോൾ. പക്ഷേ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ജസ്റ്റ് ഇതുവരെ വന്ന് ജസ്റ്റ് അപ്പം തന്നെ പോകുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പീസ്ഫുള്ളായിട്ട് എക്സിറ്റ് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു ഒരു ക്യാൻഡിൽ പോയി അങ്ങനത്തെ ക്യാൻഡിലൊന്നും എക്സിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ സീൻ മാനാ എന്തോ ബഗ്ഗായെന്ന് തോന്നുന്നു അതിൽ. കറക്റ്റ് എന്തോ ഒരു ബഗ്ഗായ പോലെ. ഇതൊക്കെ ഇവിടെ ഇതുവരെ വന്ന് ബ്ലൂ ലൈൻസ് ഒക്കെ ടാർഗറ്റ് ആയിരുന്നു കേട്ടോ. ടാർഗറ്റൊക്കെ ടപ്പേന്ന് അടിച്ചിട്ട് തിരിച്ച് മുളക്ക് പോയി. ഒരു 10 സംതിങ് കാണിച്ചിരുന്നു ഇതിൽ. പക്ഷെ ഒരു 9,800 ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. 30 ലോട്ട് വെച്ച് 8K 8,600 പ്രോഫിറ്റ് ഉണ്ടാക്കിയ പോയിന്റ് എത്ര കാണിച്ചു തരാം ഞാൻ. ഓൾമോസ്റ്റ് എത്ര പോയിന്റ്, 265 എൻ്റർ ചെയ്തിട്ട് 552 എക്സിറ്റ് ചെയ്ത്. ഒരു സെക്കൻഡ് പോയിന്റ്സ് ഒന്ന് കാൽക്കുലേറ്റ്. 552 മൈനസ് 265 287, ഓൾമോസ്റ്റ് 300 പോയിന്റ്സ് ആണ് ക്യാപ്ചർ ചെയ്തത്. ഒരു 20 പോയിന്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 300 ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് നമ്മൾ നിഫ്റ്റിയിൽ ഇന്ന് വൻ കോമഡിയാണ്. കാരണം സാധാരണ ഞാൻ 100 ലോട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് 100 ലോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ബാങ്ക് നിഫ്റ്റി ആണല്ലോ ബെയറിഷ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിമ വല്ലാതെ റിസ്ക് എടുക്കാതെ ഞാൻ എന്താ പറയുക
ഒരു ലോട്ട് കുറച്ചതാണ്. പക്ഷെ ആ ലോട്ട് കുറച്ചതിനുള്ളതും കൂടി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടി. അപ്പോൾ അനാലിസിസ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. സിമ്പിളാണ്. മീൻസ് ഓൾറെഡി നല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. തിരിച്ച് ഇവിടുന്ന് പിന്നെയും ഒരു ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണ പോലെ തോന്നി. മീൻസ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഗ്യാപ്പ് ഡൗൺ ആയിട്ട് തുറന്നല്ല, ഇനി താഴത്തേക്ക് പോകില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും ഇവിടുന്ന് ബൈ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒരു ബൈ ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. പിന്നെ ആ സെയിം ലെവലിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആവും, ഇത് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ടാർഗറ്റ് കിട്ടുന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തത്. എൻ്റർ ചെയ്തതിൻ്റെ കൺഫർമേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ VWAP ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു സെല്ലിങ് വന്ന ഈ ഒരു ഇതുണ്ടല്ലോ, അതിലൊരു ഫിബ് വരക്കുക. അപ്പോൾ അതിൻ്റെ ഒരു 50-60% ലെവലിൽ 2 കൺഫർമേഷൻ, VWAP ഉണ്ട്, 50-60 ലെവലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ഞാൻ എൻ്റർ ചെയ്യാൻ കാരണം. സെയിം സ്പോട്ടിൽ സെയിം ടൈമിൽ എന്താ പറയുക, നിഫ്റ്റിയിൽ ഇവിടെ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കുറേ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് സെല്ല് ചെയ്തത്. പ്രോപ്പർ പക്ക പ്ലേസ് എന്ന് പറഞ്ഞാണല്ലോ, പക്ക പ്ലേസ്. സെല്ല് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്തതിൻ്റെ ശേഷം എനിക്ക് നെഗറ്റീവ് കാണിച്ചിട്ടേ ഇല്ല, ഫുള്ള് മോൾക്ക് തന്നെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്ന് നല്ല സൂപ്പർ ഡേ ആയിരുന്നു. ഒരു 9800 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഉണ്ടാക്കണേക്കാട്ട് എത്രയോ കൂടുതലാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. GG ബോയ്സ്.